അപകടത്തിന്റെ ഞെട്ടലിലാണ് ദൃക്സാക്ഷികൾ. വിദ്യാർത്ഥിയുടെ വാക്കുകൾ. സംഭവത്തിന്റെ ദൃക്സാക്ഷി അഞ്ജലി നമ്മളോടൊപ്പം ചേരുകയാണ്. അഞ്ജലി, ശരിക്കും എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ ഒരു ദുരന്തം? ഞാൻ 50 ഇവിടെ വന്ന് ഇന്നയായിരുന്നു. അന്നേരം നല്ല പിള്ളേരും ഉണ്ടായിരുന്നു, 12 പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഓവർ സ്പീഡ് വന്നായിരുന്നു ടിപ്പർ. അതിനോട് കൂടെ ബുള്ളറ്റ് ഏത് വഴി വന്നെന്ന് എനിക്കറിയാമേ. അപ്പോൾ ആ ടിപ്പർ വന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തോട് വന്ന് വീഴുമായിരുന്നു. പക്ഷെ ആ ബുള്ളറ്റ് അവിടെ വന്നായിരുന്നു. അത് ഏത് വഴിയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മരിച്ചെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ടുള്ള വിവരം അറിയത്തില്ല. അപ്പോൾ ആ ടിപ്പർ വന്നങ്ങ് വീണ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട്. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് 2 പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു, പെങ്കൊച്ചിനുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ പെട്ടെന്ന് ഇനി മാറി. അപ്പോഴത്തേന് പിന്നെ നാട്ടുകാരും വന്നു. പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. സംഭവം നടന്ന ടൈമിൽ തന്നെ അമ്മയെ വിളിച്ചപ്പം തന്നെ അമ്മയും അനിയും എല്ലാം ഇനി വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അനിയോടെ കയറി ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും കയറി വിളിച്ച്. അപ്പോഴത്തേന് അവരെല്ലാവരും വന്നു. പിന്നെ JCB ആകും, പിന്നെ നാട്ടുകാരെല്ലാവരും വന്നു. പിന്നെ വണ്ടിക്കകത്തുള്ളവരൊക്കെ വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ബസ്സും വന്നായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ബസ്. 12 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7-10 സ്ത്രീവചനത്തിന് പോകുന്ന പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. കാരണം കുറച്ച് പേരായിരുന്നു ഇതിൻ്റെ അകത്ത് വന്ന് വീണത്. ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേന് കൊല്ലം തുടങ്ങാണ്ടായിരുന്നു കണക്ട് ആയത്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിലേക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെത്തി. പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ നിന്ന് ആൾക്കാരെ എടുത്തു. പെട്ടെന്ന് തന്നെ മണ്ണിൽ നിന്ന് ആൾക്കാരെല്ലാം എടുത്ത്. പിന്നെ അവർ കുറേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. NSLൊക്കെ കൊണ്ടുപോയി. എവിടെ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സഹോദരനാണോ വിളിച്ചത്? മോന്റെ പേരെങ്ങനെ? വൈശാഖാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് പേര് അറിയിച്ചത്. അറിയായിരുന്നു നമ്പരൊക്കെ ഫയർഫോഴ്സിന്? ചേച്ചിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല ഇവർ. ഫിനിഷ് സൊസൈറ്റി ഇൻ കൊല്ലം. അപകടമുണ്ടാക്കിയ ടിപ്പർ അമിത വേഗതയിലായിരുന്നുവെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരിക്കുപറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്. കാരണം ഡിസാസ്റ്റർ അല്ലാത്തതുകൊണ്ട് അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുമുള്ള തീരുമാനമുണ്ടാകും. സ്കൂൾ സമയങ്ങളിലെ ടിപ്പർ ഗതാഗതത്തിന് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ടിപ്പർ ഗതാഗത സമയം പുനഃപരിശോധിക്കുമെന്നും മന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.